ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ 60 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ദളപതി വിജയുടെ തമിഴക വെട്രിക്കഴകം അഥവാ ടി.വി.കെ അധികാരം പിടിച്ചത്. DMK-യെയും AIDMK-യെയും ഞെട്ടിച്ചുകൊണ്ട് 108 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ വിജയ് മുഖ്യമന്ത്രി കസേരയിലെത്തി. ഇപ്പോഴിതാ വിജയ് സർക്കാർ അധികാരത്തിലെത്തി ആദ്യത്തെ ഒരു മാസം പിന്നിടുകയാണ്. കേവലം ഒരു സിനിമാ നടന്റെ തരംഗം എന്നതിനപ്പുറം ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിജയുടെ ആദ്യ 30 ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ദശകങ്ങളായി തമിഴകം ഭരിച്ചിരുന്ന കരുണാനിധിയുടെയും ജയലളിതയുടെയും രാഷ്ട്രീയ പാരമ്പര്യങ്ങളെയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് അട്ടിമറിച്ചത്. MK സ്റ്റാലിൻ പരാജയപ്പെടുകയും ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്ത അവിശ്വസനീയമായ കാഴ്ചയ്ക്കാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 സീറ്റുകൾ തികയ്ക്കാൻ 10 സീറ്റുകൾ കുറവായിരുന്നിട്ടും മറ്റു കക്ഷികളുടെ പിന്തുണയോടെ വിജയ് ഭരണമുറപ്പിച്ചു. എന്നാൽ അധികാരം കിട്ടിയ ആദ്യ ആഴ്ചകൾ തന്നെ വിജയ്ക്ക് മുന്നിൽ ഉയർന്നത് വലിയ വെല്ലുവിളികളായിരുന്നു. സിനിമയിലെ മാസ് ഡയലോഗുകൾ പോലെ എളുപ്പമല്ല യഥാർത്ഥ ഭരണമെന്ന് വിജയ് തിരിച്ചറിയുന്നതായിരുന്നു ആദ്യ നാളുകൾ. സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വിജയ് സർക്കാരിനെ ആദ്യം അലട്ടിയത്. അധികാരമേറ്റ ഉടൻ തന്നെ തമിഴ്നാടിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ഒരു ശ്വേതപത്രം പുറത്തുവിടുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. മുൻ സർക്കാരുകളുടെ കടബാധ്യതകളും പദ്ധതികളുടെ അപാകതകളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകളാണ് ടി.വി.കെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ആദ്യഘട്ട പദ്ധതികൾക്കും വനിതാ സുരക്ഷയ്ക്കുമാണ് ആദ്യ മാസം സർക്കാർ മുൻഗണന നൽകിയത്. എന്നാൽ ഇതൊന്നും അത്ര സുഖമായിരുന്നില്ല. വിജയുടെ ഭരണത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം നടന്നത് ഈ ആദ്യ മാസത്തിലെ അവസാനത്തെ വാരങ്ങളിലാണ്. കേവല ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ ആയതിനാൽ സഖ്യകക്ഷികളെ ഒപ്പം നിർത്താൻ വിജയ വലിയ വിട്ടുവീഴ്ചകൾക്കായി തയ്യാറായി. ഇതിന്റെ ഭാഗമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏതാണ്ട് 6 പതിറ്റാണ്ടുകൾ ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വിജയ് തന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു. ഇതൊരു വശത്ത് ഭരണത്തിന് സ്ഥിരത നൽകുമെങ്കിലും മറുപുറത്ത് DMK-യുടെയും BJP-യുടെയും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി വിജയ് കോൺഗ്രസിന് മുന്നിൽ കീഴടങ്ങിയെന്നാണ് പ്രതിപക്ഷമായ DMK ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ വളരെ ശക്തമായ പ്രതിരോധമാണ് നിയമസഭയ്ക്കുള്ളിലും പുറത്തും വിജയ്ക്കെതിരെ ഉയർത്തുന്നത്. അനുഭവപരിചയ സമ്പത്തില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് തമിഴ്നാട് ഭരിക്കുന്നതെന്നും സിനിമയിലെ ജനപ്രീതി ഭരണത്തിൽ കാണിക്കാൻ വിജയ്ക്ക് സാധിക്കുന്നില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ആദ്യ മാസം തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലും തമിഴ്നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിജയ് സർക്കാർ പരാജയപ്പെട്ടു എന്ന് കാണിച്ച് DMK വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ വിജയ് സർക്കാരിന്റെ ആദ്യ 30 ദിവസങ്ങൾ ഒരു ഹണിമൂൺ കാലഘട്ടമായിരുന്നില്ല. കടുത്ത രാഷ്ട്രീയ സമവാക്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും നിറഞ്ഞതായിരുന്നു. എങ്കിലും സഖ്യകക്ഷികളെ ഒപ്പം നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും ധനകാര്യത്തിൽ സുതാര്യത കൊണ്ടുവരാൻ ശ്രമിക്കാനും വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിലെ ദളപതിയിൽ നിന്ന് തമിഴകത്തിന്റെ യഥാർത്ഥ തലവനിലേക്കുള്ള ദൂരം വിജയ് എങ്ങനെ മറികടക്കുമെന്ന് വരും മാസങ്ങളിൽ നമുക്ക് കാത്തിരുന്നു കാണാം.